ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുന്നതിനായി അരുന്ധതിയും മകളും ചേർന്ന് ഒരുക്കിയ കെണിയിൽ അകപ്പെട്ട ദേവകിയെ രക്ഷിക്കാൻ ശ്യാമ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കണം. അരുന്ധതി തന്റെ കയ്യിൽ കൊണ്ടുവന്ന ആ മൊബൈൽ ഫോണിൽ നിന്ന് ഉടനെ തന്നെ ശ്യാമ ആനന്ദവർമ്മയെ വിളിക്കണം. അതുവഴി നടന്നു പോകുന്ന ആനന്ദവർമ്മ ഫോൺ അറ്റൻഡ് ചെയ്ത് ശ്യാമയുടെ കോൾ കണ്ടതോടെ വലിയ സന്തോഷത്തോടെ മോളെ നീ എവിടെയാ എന്ന് അന്വേഷിച്ചു. ശ്യാമ ആനന്ദവർമ്മയോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട്, ഞാനിവിടെ ഗസ്റ്റ് റൂമിലാണ്, എന്നെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ് അരുന്ധതിയും മകളും. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ശ്യാമ ആനന്ദവർമ്മയോട് പറയുന്നു. എല്ലാം കേട്ടതിനു ശേഷം ആനന്ദവർമ്മ പറഞ്ഞു, മോളെ നീ വിഷമിക്കാതെ, നീ റൂമിൽ തന്നെ ഇരുന്നാൽ മതി, പുറത്തേക്ക് വരികയേ വേണ്ട. അതുപോലെ തന്നെ അരുന്ധതി മോളെ ഫോൺ ചെയ്യുമ്പോൾ മോള് പാടിക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്യാമ ആശങ്കയോടെ ആനന്ദവർമ്മയോട് ചോദിച്ചു, അല്ലച്ചാ ഞാൻ പാട്ട് പാടുകയില്ല എന്നും വിസ്മയ്ക്ക് വേണ്ടി പാടില്ല എന്നും അച്ഛൻ ഞാൻ വാക്ക് വന്നാലേ വിസ്മയ്ക്ക് വേണ്ടി ഞാൻ പാടത്തില്ല എന്ന് അച്ഛന് വാക്ക് തന്ന് തെറ്റിക്കാൻ പാടുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുന്നത് കേട്ട ആനന്ദവർമ്മ പറഞ്ഞു, മോളെ അതോർത്ത് വിഷമിക്കണ്ട, ഞാനല്ലേ പറയുന്നത്, നീ പാടിക്കോളൂ, എനിക്ക് മറ്റു ചില ഐഡിയകൾ കൂടി ഉണ്ട് എന്ന്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ശ്യാമ ശരിയച്ച എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അതിനുശേഷം ആനന്ദവർമ്മ കാര്യങ്ങളൊക്കെ അഖിലിനോട് പങ്കുവെക്കുന്നു. അഖിൽ അതെല്ലാം കേട്ടതിന് ശേഷം, അച്ഛാ ഞാൻ ഇപ്പോൾ തന്നെ ശ്യാമയെ വിളിച്ചുകൊണ്ട് വരാം, ഇവരുടെ കള്ളക്കളികളൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പൊളിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, മോനെ പാടില്ല, ഇപ്പോ അങ്ങനെയൊന്നും ചെയ്യണ്ട, മറ്റു ചില പദ്ധതികളുണ്ട്, നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഇപ്പോ നമ്മൾ സമാധാനത്തോടെ ഇരുന്നേ തീരൂ എന്ന് ആനന്ദവർമ്മ അഖിലിനോട് പറയുന്നു. നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ ശ്യാമ മോളെ ഇന്ന് വസുന്ധര തിരിച്ചറിയണം. ശ്യാമയാണ് യഥാർത്ഥ ഗായിക എന്നുള്ള സത്യം ബസു മനസ്സിലാക്കണം. അതാണ് എന്റെ പ്ലാൻ. അത് നടപ്പിലാക്കണമെങ്കിൽ ഇന്ന് ഈ ഫംഗ്ഷനിൽ വിസ്മയ പാടണം, അതാണ് വേണ്ടത് എന്ന് ആനന്ദവർമ്മ അഖിലിനോട് പറയുന്നു. ശരിയച്ച എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ ആനന്ദവർമ്മ പറഞ്ഞ അനുസരിച്ച് സമ്മതം മൂളുന്നു. അതിനുശേഷം ശ്യാമ റൂമിലിരുന്ന് തന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചു. ജയേഷ് പറഞ്ഞ കാര്യങ്ങളും ശ്യാമയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ദേവകിയെ ആ ജയിലിനുള്ളിൽ ആക്കും എന്ന് പറഞ്ഞ് അരുന്ധതിയും വിസ്മയെയും വെല്ലുവിളിച്ചുകൊണ്ട് ശ്യാമയോട് നിർബന്ധപൂർവ്വം പാട്ടുപാടാനായി ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഓർത്തുകൊണ്ട് ശ്യാമ വിഷമത്തോടെ ആ മൈക്ക് കയ്യിലെടുത്തു. അപ്പോഴേക്കും അവിടെ ദേവകിയുടെ ഒപ്പം ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ് വാസുദേവൻ. വാസുദേവന്റെ മനസ്സിലേക്ക് കണ്ണനോടുള്ള പരാതികളായി മാറുന്നു. വാസുദേവൻ പ്രാർത്ഥനയോടെ ഭഗവാനോട് ചോദിച്ചു, ഞാൻ എന്നും നിന്റെ മുന്നിൽ കൊട്ടിപ്പാടി നിന്നെ ഭജിക്കുന്നത്, നിന്നെ സേവിക്കുന്നത് ഇത്രയേറെ കഷ്ടതകളും ഇതുപോലെയുള്ള ദുരിതങ്ങളും ഇതുപോലെയുള്ള ചീത്തപ്പേരുകളും കേൾപ്പിക്കാനാണോ? ഇങ്ങനെ അപമാനിതരാകാൻ വേണ്ടിയാണോ? എന്റെ ദേവകി എന്ത് തെറ്റാ ചെയ്തത്? ആ പാവത്തിന്റെ ഈ അവസ്ഥ എനിക്ക് സഹിക്കാനാവുന്നില്ല. ആ പാവത്തിനോട് എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നത് ഭഗവാനെ എന്നാ വാസുദേവൻ മനസ്സിലിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥനയോടെ തന്റെ പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വാസുദേവൻ ഓരോന്നും പറഞ്ഞു അങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ അവിടെ ഫംഗ്ഷന്റെ എല്ലാ ആഘോഷങ്ങളും ഫംഗ്ഷന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു. അരുന്ധതിയും വിസ്മയും കൂടി താഴേക്ക് എത്തി മകൾ പാട്ട് പാടാൻ റെഡിയാണ് എന്ന എല്ലാവരോടും അരുന്ധതി പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കേട്ടതിനു ശേഷം വേഗം തന്നെ ആദിത്യൻ അവിടുന്ന് മൈക്കെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അച്ഛന്റെ പിറന്നാൾ ആഘോഷിക്കാനായി ഇവിടേക്ക് എത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഫംഗ്ഷൻ ഇവിടെ തുടങ്ങുകയാണെന്നും അതുകൊണ്ട് ഈ ഫംഗ്ഷനിൽ എല്ലാവരും സന്തോഷപൂർവ്വവും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ പങ്കുചേരണമെന്നും ആദ്യം പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ ഈ ഫംഗ്ഷന്റെ തുടക്കത്തിൽ ഫംഗ്ഷൻ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി വിസ്മയുടെ ഒരു പാട്ട് ആസ്വദിക്കാം എന്ന് അറിയിച്ചു. അത് കേട്ടതും വിസ്മയ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചങ്ങനെ നിന്നു. വിസ്മയുടെ മനസ്സിൽ ശ്യാമ പാടുമോ എന്നുള്ള ആശങ്കയും മനസ്സിനെ അലട്ടി. അപ്പോഴേക്കും ശ്യാമ ഈ സമയം തന്നെ പാടാൻ തുടങ്ങുമെന്നുള്ള ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി അരുന്ധതി വേഗം വിസ്മയുടെ അരികിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നു. വിസ്മയെ പാട്ട് പാടാനായി റെഡിയായി മൈക്കും കയ്യിൽ പിടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അരുന്ധതി സ്വല്പം മാറി നിന്ന് മറ്റുള്ളവരുടെ കണ്ണു വെട്ടിച്ച് ശ്യാമയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. കോൾ വന്നതും ശ്യാമ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മേഡം എന്ന് വിളിച്ചതും അരുന്ധതി പറഞ്ഞു, നീ പാടാൻ തുടങ്ങിക്കോ, ഇവിടെ എല്ലാം റെഡിയാണ്, 1 2 3 എന്ന് അരുന്ധതി പറഞ്ഞതും ശ്യാമ പാടി തുടങ്ങി. ആ നിമിഷം തന്നെ വിസ്മയും തന്റെ ചുണ്ടുകൾ ചലിപ്പിച്ചു. അങ്ങനെ ശ്യാമ ഗംഭീരമായി പാടുന്നത് കേട്ട് അവിടെ നിൽക്കുന്നവരെല്ലാം ആ പാട്ട് ആസ്വദിച്ച് അങ്ങനെ നിന്നു. കുറച്ചു നേരം പാട്ട് അങ്ങനെ വളരെ ഗംഭീരമായി മുന്നോട്ട് നീങ്ങിയത് അല്പസമയം കഴിയുമ്പോൾ ആനന്ദവർമ്മയും അഖിലും ഏർപ്പാട് ചെയ്ത ആള് കൃത്യമായി തന്നെ ആ മൈക്കിന്റെ
ഓപ്പറേഷൻ, ആ മൈക്ക് സെറ്റിനുമായിട്ടുള്ള ആ കേബിൾ കണക്ഷൻ, ശ്യാമയുടെ മൈക്കുമായിട്ടുള്ള ആ കേബിളിന്റെ കണക്ഷൻ അത് കട്ട് ചെയ്യുന്നു. ആ സമയത്ത് വിസ്മയ എല്ലാവരുടെയും മുന്നിൽ കൊച്ചുകുട്ടികൾ കിടന്ന് പാടുന്നത് പോലെ, കൊച്ചുകുട്ടികൾ പദ്യം ഗദ്യരൂപത്തിൽ പറയുന്നത് പോലെ അവിടെ മൈക്കും പിടിച്ച് ആ പാട്ട് ഓരോ അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി വിസ്മയ പറയുന്നത് എല്ലാവരും കേൾക്കാനിടയാകുന്നു. ഇത്രയും നേരം നല്ല മനോഹരമായ പാട്ട് ആസ്വദിച്ചിരുന്ന ആളുകളുടെ മുഖം മാറുന്നത് വിസ്മയ ശ്രദ്ധിച്ചു. അരുന്ധതിയും ഐശ്വര്യയുടെ അരികിൽ ചെന്നിരിക്കുമ്പോഴാണ് അരുന്ധതിയും വിസ്മയുടെ പാട്ട് നിലച്ചതായി മനസ്സിലാക്കിയത്. അരുന്ധതി ആകെ തകർന്ന അവസ്ഥയിൽ അങ്ങനെ നിൽക്കുന്നു. വിസ്മയ കുറച്ചു നേരം കൂടി പാടിക്കഴിഞ്ഞപ്പോഴേക്കാണ് വിസ്മയ്ക്കും കാര്യം മനസ്സിലായത്. തന്റെ ശബ്ദം പോയി, അല്ലെങ്കിൽ ശ്യാമയുടെ പാട്ട് കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ വിസ്മയ ആകെ ഭയന്ന് വിറച്ച് മൈക്ക് കയ്യിൽ നിന്ന് മാറ്റി നിൽക്കുമ്പോൾ ഉടനെ വസുന്ധര ചോദിച്ചു, ഇതെന്താ ഇത്, എന്തു പറ്റി എന്നിങ്ങനെ വസുന്ധര ആശങ്കയോടെ ചോദിക്കുമ്പോൾ വേഗം തന്നെ അവിടേക്ക് അരുന്ധതി ഓടിയെത്തി. എന്നിട്ട് അരുന്ധതി മകളെ രക്ഷിക്കുന്നതിനായി എല്ലാവരോടുമായി പറഞ്ഞു, അതെ, എന്റെ മോൾക്ക് കോൾഡ് ആണ്, ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതും പെട്ടെന്ന് വിസ്മയ തനിക്ക് കോൾഡ് ഉള്ളതുപോലെ ചുമയ്ക്കാൻ തുടങ്ങണം. വിസ്മയുടെ ചുമ കണ്ടതും എല്ലാവരും പറഞ്ഞു, ഓ സാരമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞതും അരുന്ധതി പറഞ്ഞു, അതെ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോൾക്ക് ഇങ്ങനെ കോൾഡ് വരാറുണ്ട്, ഈ ഒരു പ്രശ്നം അനുഭവിക്കാറുണ്ട് അവള്. അതുകൊണ്ട് തന്നെ ഒരു ടാബ്ലറ്റ് ഞാൻ കൈ കരുതാറുണ്ട്, അത് ഗസ്റ്റ് റൂമിൽ ഇരിക്കുക, എന്റെ റൂം അവിടെ, എന്റെ ബാഗിനുള്ളിലാണ് ആ ടാബ്ലറ്റ് ഇരിക്കുന്നത്, ഞാൻ ഗസ്റ്റ് റൂം വരെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അരുന്ധതി വേഗം സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ ആനന്ദവർമ്മയും അഖിലും അരുന്ധതിയുടെ പിന്നാലെ മുകളിലേക്ക് ചെല്ലുന്നു. അരുന്ധതി റൂം ലോക്ക് ചെയ്തത് കൊണ്ട് അവർ അരുന്ധതി റൂം തുറക്കുന്നതിനായി മുകളിലേക്ക് എത്തി. അരുന്ധതി വന്ന് മറ്റാരും കാണുന്നില്ലെന്നുള്ള രീതിയിൽ വേഗം റൂം തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാമ ഇതൊന്നും അറിയാതെ ആ പാട്ട് അങ്ങനെ ആലപിച്ചുകൊണ്ടേയിരുന്നു. ശ്യാമ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അരുന്ധതി വേഗം അവിടേക്ക് വന്ന് ശ്യാമയുടെ കയ്യിൽ കടന്നു പിടിച്ചനും ശ്യാമ ഞെട്ടലോടെ കണ്ണു തുറന്നു. കണ്ണുമടച്ച് ആസ്വദിച്ച് അങ്ങനെ പാടിക്കൊണ്ടിരുന്ന ശ്യാമ പെട്ടെന്ന് പേടിച്ച് ചാടി നിൽക്കുകയും ഇനി ആ ശബ്ദം മൈക്കിലൂടെ മറ്റാരും കേൾക്കണ്ടായിരുന്നു കരുതി മൈക്ക് വരെ ഓഫ് ചെയ്ത് ശ്യാമ അങ്ങ് നിൽക്കുമ്പോൾ അരുന്ധതി ചോദിച്ചു, നീ പാട്ടെങ്ങാനും ഇടയ്ക്ക് നിർത്തിയായിരുന്നോ എന്ന് ചോദിച്ചതും ഇല്ല, എന്തു പറ്റി എന്ന് ആശങ്കയുടെ ശ്യാമ അന്വേഷിക്കുന്നു. അരുന്ധതി ചോദിച്ചു, നീ പാട്ട് നിർത്തിയില്ല, അതോ മൈക്കിന്റെ വല്ല പ്രശ്നവുമാണോ, ഇനി കേബിളും എല്ലാം കട്ടായതാണോ എന്നൊക്കെ ആശങ്കയോടെ അരുന്ധതി ചോദിക്കുന്നു. അങ്ങനെ അരുന്ധതി സംശയത്തോടെ ശ്യാമയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് ആനന്ദവർമ്മ വിളിച്ചു പറഞ്ഞു, കട്ടായതല്ല, കട്ടാക്കിയതാണ്. ആ വാക്ക് കേട്ടതും ഞെട്ടിത്തെറിച്ച് അരുന്ധതി നോക്കി. അപ്പോഴേക്കും ആനന്ദവർമ്മയും അഖിലും കൂടി അവിടെ നിൽക്കുന്നത് കണ്ട് അരുന്ധതി ആകെ തകർന്നു അവസ്ഥയിൽ എല്ലാ രീതിയിലും തങ്ങളെ പിടികൂടിയെന്ന് മനസ്സിലാക്കിയ അരുന്ധതി ഒന്നും പറയാനാകാതെ അങ്ങനെ നിൽക്കുന്നു. ഉടനെ തന്നെ ആനന്ദവർമ്മയും അഖിലും അകത്തേക്ക് കയറി വന്നു. ശ്യാമയുടെ അമ്മയെ കള്ളക്കേസിൽ ലോക്കപ്പിൽ കയറ്റിയതിന് അതിനുള്ള മറുപടി പിന്നീട് നിങ്ങൾക്ക് നൽകാം. ഇപ്പോ എന്തായാലും ഫംഗ്ഷൻ നടക്കട്ടെ, വേഗം താഴ്ചെന്ന് മകളെ കൊണ്ട് പാടിപ്പിക്ക്, വേഗം നാട്ടെ എന്ന് ആനന്ദവർമ്മ അരുന്ധതിയോട് പറയുന്നു. അരുന്ധതി മറുപടി ഒന്നും പറയാനാകാതെ വേഗം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. വിസ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് അരുന്ധതി പറഞ്ഞു, വാ മോളെ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വിസ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുന്നു. വിസ്മയം വിളിച്ച് അവിടുന്ന് അരുന്ധതി പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ അരുന്ധതി പോകാനായിട്ട് തുടങ്ങുന്നത് കണ്ട് വേഗം മുകളിൽ നിന്ന് ആനന്ദവർമ്മയും അഖിലും തിരികെ വിളിക്കുന്നു അരുന്ധതിയെ, പോകാൻ വരട്ടെ, അരുന്ധതി അവിടെ നിൽക്ക എന്ന് പറഞ്ഞു. പെട്ടെന്ന് അരുന്ധതി പിന്തിരിഞ്ഞു നോക്കിയതും വിസ്മയോട് പാട്ട് പാടാനായി അവർ ആവശ്യപ്പെടുന്നു. വിസ്മയ, പാടിക്കോളൂ, മകള് വലിയ പാട്ടുകാരിയല്ലേ, ഒന്ന് പാടിക്കേ എന്ന് അരുന്ധതിയോട് ആനന്ദവർമ്മ പറയുന്നു. അരുന്ധതി ആകെ വിഷമത്തോടെ എല്ലാവരോടും പറഞ്ഞു, മോൾക്ക് കോൾഡിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ടാബ്ലറ്റ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുക, പിന്നീട് ഈ പാട്ട് പിന്നീട് ഒരു അവസരത്തിൽ പാടാം എന്ന് പറഞ്ഞത് ആകെ വിഷമത്തിലായി മറ്റുള്ളവരെല്ലാം. വസുന്ധരയ്ക്കും ഐശ്വര്യയ്ക്കും ഒക്കെ അരുന്ധതി പിന്നീട് പാടാമെന്ന് പറഞ്ഞത് കേട്ട് ആകെ ടെൻഷനാവുന്നു. എന്നാലും വിസ്മയ എന്ന് പറഞ്ഞ് ഐശ്വര്യ അരികിലേക്ക് എത്തി, സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് വിസ്മയെ ആശ്വസിപ്പിക്കാനായി ഐശ്വര്യ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ആനന്ദവർമ്മ പറഞ്ഞു, പോകാൻ വരട്ടെ, അവിടെ നിൽക്ക്, മകളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് പോയാൽ മതി അരുന്ധതി. അത് കേട്ടതും മകള് പാടട്ടെ, വിസ്മയ പാട്. വീണ്ടും വീണ്ടും ആനന്ദവർമ്മ വിസ്മയോട് പാടാനായി പറയുന്നു. അഖിലും പറഞ്ഞു, അതെ, വിസ്മയ പാടണം, വിസ്മയ പാടാതെ ഇവിടുന്ന് പോകാനാവില്ല. പെട്ടെന്ന് വിസ്മയ ബോധക്കേടുണ്ടാവുന്നത് പോലെ, ആകെ ബോധം കിട്ട് തളർന്നു വീഴാൻ പോകുന്നത് പോലെ ഒരു പെട്ടെന്ന് അഭിനയിക്കുന്നു. അങ്ങനെ തലചുറ്റി വീഴാൻ മകൾ ഒരുങ്ങുന്നത് കണ്ട് അരുന്ധതി വേഗം ചാടി പിടിച്ചു. കണ്ടില്ലേ, എന്റെ മോൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇത് പലപ്പോഴും ഉണ്ടാകാറുള്ളതാണ് എന്ന് പറഞ്ഞതും
ഉടനെ ആനന്ദവർമ്മയും അഖിലും പറഞ്ഞു, ഇതൊക്കെ വെറും അഭിനയമാണ്. അപ്പോഴേക്കും അഖിലിന്റെ ഒപ്പം വന്ന ശ്യാമയെ ചൂണ്ടിക്കാട്ടി ആനന്ദവർമ്മ പറഞ്ഞു, ഈ വിസ്മയ എന്ന പാട്ടുകാരി ഒരിക്കലും സ്വന്തമായിട്ട് പാടുന്നതല്ല. വിസ്മയക്ക് ഒരിക്കലും പാടാൻ കഴിയില്ല. അവൾക്ക് പാടാൻ അറിയില്ല. അവൾക്ക് ഇത്രയും നാളും പാട്ടും പ്രശസ്തിയും ഇത്രയേറെ ഫാൻസുമൊക്കെ ഹിറ്റ് പാട്ടുകളുമൊക്കെ അവൾ സമ്മാനിച്ചത്, അവളെ കൊണ്ട് പാടിക്കാൻ കഴിഞ്ഞത് സത്യത്തിൽ ശ്യാമമോളാണ് അതിനെല്ലാത്തിനും പിന്നിൽ. ശ്യാമ പാടും. ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഇവർ ആക്ഷൻ കാണിക്കും. എന്നാൽ ശ്യാമ മറ്റുള്ളവർക്ക് വേണ്ടി ഗസ്റ്റ് റൂമിൽ പോയിരുന്നോ മറ്റെവിടെയെങ്കിലും മറഞ്ഞിരുന്നോ പാട്ട് പാടും. അതാണ് ഇത്രയും നാൾ സംഭവിച്ചിട്ടുള്ളത് എന്ന് ആനന്ദവർമ്മ പറയുന്നു. അത് കേട്ടതും ആനന്ദവർമ്മയുടെ വാക്കുകൾ കേട്ട് ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു അവിടെയുള്ള എല്ലാവരും. ശ്യാമയാണ് പാടുന്നതെന്ന് കേട്ടതും അമൃതയ്ക്കും ആദിത്യനും ഐശ്വര്യക്കുമൊക്കെ അതിശയമായി. അവിടെ വന്നു ചേർന്നവർക്കെല്ലാം അതിശയം തോന്നി. ഉടനെ ആനന്ദവർമ്മ പറഞ്ഞു, മോളെ നീ പാട്, നിനക്കല്ലേ പാടാനുള്ള കഴിവ് എന്ന് ആനന്ദവർമ്മ പറയുമ്പോൾ വസുന്ധര പറഞ്ഞു, ഏയ് ഒരിക്കലും ഇല്ല. അത് ശ്യാമ പാടാനോ? ഒരിക്കലുമില്ല. ഈ പാടാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ അത് ദൈവം ഏറ്റവും കൂടുതൽ നന്മയുള്ളവർക്കും അല്ലെങ്കിൽ ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് സമ്മാനിക്കുന്ന ഒരു സിദ്ധിയാണ് പാടാനുള്ള കഴിവ്. അത് ശ്യാമയ്ക്കോ? ഒരിക്കലുമില്ല. ശ്യാമയെ പോലെയുള്ള ഒരാൾക്ക് ഒരിക്കലും പാടാനാവില്ല എന്ന് ആനന്ദവർമ്മയുടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വസുന്ധര ശ്യാമ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അത് കേട്ടതും ആനന്ദവർമ്മയും അഖിലും ദേഷ്യത്തോടെ നോക്കുന്നു. ആനന്ദവർമ്മ പറഞ്ഞു, ഇല്ല, ശ്യാമയ്ക്ക് പാടാനാകും. മോളെ നീ പാട് എന്ന് ആനന്ദവർമ്മ ശ്യാമയോട് അറിയിച്ചു. ശ്യാമ പാടാനായി തയ്യാറാകുമ്പോൾ ആനന്ദവർമ്മയുടെയും അഖിലിന്റെയും വാക്കുകൾ സത്യമാണ് എന്നറിയാനായി അതിശയത്തോടെ അഖിലിന്റെയും ആനന്ദവർമ്മയുടെയും വാക്കുകൾ അത് സത്യമായി ഭവിക്കുമോ എന്ന് അറിയാൻ വസുന്ധര നോക്കുന്നു. ഒരിക്കലും ശ്യാമയ്ക്ക് പാടാനാകില്ല എന്ന് തന്നെ ആനന്ദവർമ്മയോട് വെല്ലുവിളിച്ചുകൊണ്ട് വസുന്ധര സംസാരിച്ചു. അവസാനം ആനന്ദവർമ്മ ശ്യാമയോട് പറഞ്ഞു, മോളെ നീ പാട്, നിനക്ക് പാടാൻ കഴിയും, നീ പാട്. അപ്പോഴേക്കും ഈ സമയത്ത് ശ്യാമയോട് പാടിക്കോളാനായി പറയുമ്പോൾ അവിടെ ശ്യാമയുടെ അമ്മയെ പുറത്തിറക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആനന്ദവർമ്മ DVSPയെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആ സമയത്ത് ഉടനെ തന്നെ DVSP ഇക്കാര്യം പറഞ്ഞ് വേഗം ജയേഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ജയേഷ് കോൾ എടുത്തതും ജയേഷിനോട് എത്രയും വേഗം ദേവികയെ അവിടുന്ന് റിലീസ് ചെയ്യണമെന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ ജയേഷ്, ശരി സർ, ഇപ്പോൾ തന്നെ ചെയ്യാം സർ എന്ന് പറഞ്ഞ് ജയേഷ് സമ്മതം മൂളി. ഉടനെ തന്നെ അരികിലേക്ക് എത്തിയ പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചു, അല്ല എന്ത് സർ, എന്ത് പറ്റി? അപ്പോഴേക്കും ജയേഷ് പറഞ്ഞു, ആകെ പ്രശ്നമായി, അവരെ വെറുതെ വിട്ടേക്കാനാ DVSP സാർ പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? DVSP എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ഉടനെ ജയേഷിനോട് പോലീസ് കോൺസ്റ്റബിൾ ചോദിച്ചതും കോൺസ്റ്റബിളിനോട് ജയേഷ് പറഞ്ഞു, അതെ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് CCTV ഫുട്ടേജ് കണ്ടെത്തിയെന്നും അതിൽ അരുന്ധതി മനഃപൂർവ്വം ദേവകിയുടെ ബാഗിനകത്ത് പേഴ്സ് കൊണ്ടുപോയി വെക്കുന്ന ഫോട്ടോസ് ഉണ്ടെന്നുമാണ് പറഞ്ഞത്. ഇത് വലിയ ഗുലുമാലാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് വേഗം തന്നെ അവരെ റിലീസ് ചെയ്തേക്ക്, അവരെ പറഞ്ഞു വെച്ചേക്ക് എന്ന് ജയേഷ് പറയുന്നു. അങ്ങനെ ദേവകിയെയും വാസുദേവനെയും സ്റ്റേഷനിൽ നിന്ന് ഈ രാത്രിയിൽ എങ്ങനെ സാറേ പറഞ്ഞയക്കുന്നത് എന്ന് കോൺസ്റ്റബിൾ ചോദിച്ചതും ഉടനെ ജയേഷ് പറഞ്ഞു, അവരെവിടെ പോകണമെന്ന് പറഞ്ഞാലും അവിടെ കൊണ്ടുവിട്ടേക്ക്, അതും നമ്മുടെ ജീപ്പിൽ തന്നെ കൊണ്ടുവിട്, അതാ വേണ്ടത് എന്ന് പറഞ്ഞ് ജയേഷ് ആകെ നാണം കെട്ട അവസ്ഥയിൽ തല കുനിച്ചിട്ട് മാറുന്നു. ആ സമയത്തായിരുന്നു അവിടെ ശ്യാമയോട് പാട്ട് പാടാനായി ആനന്ദവർമ്മയും അഖിലും ആവശ്യപ്പെടുന്നത്. ശ്യാമ പാട്ട് പാടാൻ മടിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. എത്ര ആവശ്യപ്പെട്ടിട്ടും ശ്യാമ പാടാനുള്ള കഴിവ് മറ്റുള്ളവരുടെ മുന്നിൽ അത് തെളിയിക്കാൻ ശ്യാമയ്ക്ക് മനസ്സ് തുറന്ന് പാടാൻ കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് അപ്പോഴേക്കും ആനന്ദവർമ്മയും അഖിലും മനസ്സിലാക്കുന്നു.